മാഷന്മാരും ടീച്ചർമാരും ഒക്കെ ഉണ്ടാവും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. ജോലിയുള്ള പെണ്ണുള്ള വീടിന്റെ അവസ്ഥ എന്താ? നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് സ്വകാര്യം പറഞ്ഞോളി. നല്ല ഭാര്യയായിട്ട് ഒക്കെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എത്ര കണ്ട് നിങ്ങൾ പരിപാലിച്ചിട്ടുണ്ട് ഭർത്താവിനെ? ആലോചിച്ചപ്പോ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കൊച്ചിയിലെ എലൈറ്റനിങ് കോൺഫറൻസ്, കൊച്ചിയിലെ നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള സാൽവേഷൻ നടക്കുകയാണ്. അപ്പൊ ഭവൻസ് സ്കൂളുണ്ട് എറണാകുളത്ത്, ഭവൻസ് സ്കൂള്. ആ സ്കൂളിലെ ഒരു ടീച്ചർ 6 ദിവസത്തിന് ശേഷം, ടീച്ചർക്ക് ഒരിക്കലും ഇസ്ലാമിന്റെ പ്രോഗ്രാമിനോട് ഇഷ്ടമില്ല, താല്പര്യമില്ല. അപ്പൊ ഒരു സഹ അധ്യാപകൻ, അമുസ്ലിമായ ഒരു അധ്യാപകൻ പറഞ്ഞ ടീച്ചറെ, സാൽവേഷന്റെ കൗണ്ടർ കാണൽ വിജ്ഞാനമുള്ള ഏതൊരാൾക്കും നല്ലതാ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടാവില്ല, നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാറ്. അങ്ങനെ ടീച്ചറ് ആ കൗണ്ടറിൽ വരികയാണ്, ആ പവനിയലിൽ വരികയാണ്. എന്നിട്ട് എല്ലാം ഇങ്ങനെ വായിച്ചിട്ട് അവസാനം കൗൺസിലിംഗ് സെന്ററിൽ വന്നു. അന്ന് ഞാനുണ്ട്, സുബൈർ പിടിയേക്കൽ, പലരും ഉണ്ട് അവിടെ. ആ കൗണ്ടറിൽ ഇങ്ങനെ വന്നിട്ട് ടീച്ചർ കരഞ്ഞോണ്ടാ വരുന്നത്. ഭവൻ സ്കൂളിലെ ടീച്ചറാണ്. കരഞ്ഞോണ്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു, ടീച്ചറെ ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയോ? ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇവിടെ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായോ? അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടുത്തെ ചാർട്ടുകളിൽ ചിലത് കണ്ടപ്പോ കരഞ്ഞു പോയതാണ്. നല്ല അമ്മ, നല്ല ഭാര്യ എന്നൊക്കെയുള്ള ചാർട്ട് ഇങ്ങനെ കണ്ടപ്പോ കരഞ്ഞു പോയതാണ്. ഞാൻ വിചാരിച്ചിരുന്നത്, ടീച്ചർ പറയാണ്, ഞാൻ വലിയ സംഭവമാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഭവൻസ് സ്കൂളിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ടീച്ചറായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു നല്ല അമ്മയായിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഒരിക്കലും ഒരു നല്ല ഭാര്യയായിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. എന്റെ ഭർത്താവിന് രാവിലെ ഉച്ചക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് വേലക്കാരിയാണ്. എന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണോ, അവരെ നോക്കണതോ അവർക്ക് എല്ലാം. കാരണം ഞാൻ 6:30 ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന വേലക്കാരിയാണ്. അതുകൊണ്ട് എനിക്കൊരു ടീച്ചറാകാനേ കഴിഞ്ഞുള്ളൂ, അമ്മയാകാൻ കഴിഞ്ഞില്ല, എനിക്ക് നല്ലൊരു ഭാര്യയാകാൻ കഴിഞ്ഞില്ല. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, ജോലിക്ക് പോകുന്ന മിക്ക വീട്ടിലെ പെണ്ണുങ്ങൾ ഉള്ളിടത്തും അവസ്ഥ ഏറെക്കുറെ ഇതാണ്. ന്യായീകരിച്ചൊപ്പിക്കാന്നല്ലാതെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അള്ളാഹു സ്ത്രീനെ പടച്ചത് അമ്മയാകാനാണ്, ഉമ്മയാകാനാണ്, ഭാര്യയാകാനാണ്, മരുമകളാകാനാണ്, അതിൽ വിജയിക്കാനാണ്. പന്നീർ പുഷ്പത്തിൽ നിന്ന് പന്നീറെ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞ പോലെ, മനസ്സിലായോ? പെണ്ണിനെ ആണിന്റെ കൂടെ ഇറക്കിയപ്പോ എന്താ ഉണ്ടായത്? ടെക്നോ പാർക്ക് പരിശോധിക്ക്, ടെക്നോ പാർക്ക് പരിശോധിക്ക്. അവിടെ എത്ര പെണ്ണുങ്ങളുടെ ജോലിയുണ്ടോ അത്ര പെണ്ണുങ്ങൾ ഡൈവേഴ്സിന്റെ വക്കിലാണ്. പോയി പരിശോധിച്ച് നോക്കും. 300 സ്ത്രീകളാണ് ഞങ്ങളുടെ സലഫി മസ്ജിദിൽ ഡൈവേഴ്സുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ. എന്താ കാരണം? 35,000 രൂപ പെണ്ണിന് ശമ്പളം, ഭർത്താവിന് 25,000. ഉലമ്മിൽ എന്ന് ഏറ്റുമുട്ടലാണ്. പിന്നെ ആലോചിച്ചോ, ആണ് വേറെ പെണ്ണിന്റെ കൂടെ, ഓന്റെ പെണ്ണ് വേറെ ആണിന്റെ കൂടെ ഇരിക്കണേ ഓഫീസിൽ. കുറേ ദിവസം ഇരിക്കല്ലേ, 10 വർഷത്തോളം ഇരിക്കല്ലേ, 20 വർഷത്തോളം ഇരിക്കല്ലേ, 30 വർഷത്തോളം ഇരിക്കല്ലേ അല്ലേ? അവിടെ എന്ത് മാറ്റാണ്ടായത്? പെണ്ണിനെ സമത്വപ്പെടുത്താൻ ചിന്തിച്ചവർക്ക് എന്ത് മാറ്റാണ്ടായി? ഇസ്ലാം പെണ്ണിന് ജനിക്കാനുള്ള അവകാശം കൊടുത്തു, പഠിക്കാനുള്ള അവകാശം കൊടുത്തു, വളരാനുള്ള അവകാശം കൊടുത്തു, സ്വത്തവകാശം കൊടുത്തു, നല്ല പെണ്ണാകാൻ അവകാശം കൊടുത്തു, നല്ല കുടുംബിനിയാകാൻ പറഞ്ഞു. നല്ല കുടുംബിനി ഭാര്യമാര് വീട്ടിൽ കൂടുതൽ ഭർത്താവിനെയും മക്കളെയും ശ്രദ്ധിക്കുന്ന വീട്ടിൽ എന്താണുള്ളത് നിങ്ങൾ പരിശോധിച്ചോ? ഭാര്യമാർക്ക് ഭർത്താവിനെയും മക്കളെയും നോക്കാൻ കഴിയാത്തടത്ത് എന്താണുള്ളത് നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങൾ പരിശോധിച്ചോ? ആണായാലും പെണ്ണായാലും കുട്ടി 2 മതി എന്ന് പറഞ്ഞാലും വീട്ടിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് പരിശോധിച്ചോ? കുട്ടികൾ കൂടുതലുള്ളിടത്തുള്ള സൗഭാഗ്യം എന്താണെന്ന് പരിശോധിച്ചോ? അതൊക്കെ പടച്ചോൻ പറഞ്ഞിടത്ത് നിന്ന് തെറ്റിയപ്പോ പലതും ഉണ്ടായിട്ടുണ്ട്. അല്ലേ? പലതും. എത്ര കുടുംബ ശൈഥില്യങ്ങൾ അപ്പം ഉണ്ടാവണം. മിക്കവാറും ഭാര്യ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നിടത്ത് എത്ര ഉണ്ട്? ഞാൻ ആരെയും വേദനിപ്പിക്കെ കുറ്റപ്പെടുത്തിയപ്പോ സസിൽ ഇരിക്കുന്നവന്റെ ഭാര്യ സ്കൂളിൽ പോകുന്നുണ്ട്, ഉളക്ക മോശ എന്നൊന്നല്ല പറഞ്ഞ്. അങ്ങനൊന്നും ആരും അതിനെ വ്യാഖ്യാനിക്കണ്ട. ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ പെണ്ണിനെ ആണിനോടും ആണ് ചെയ്യുന്ന എല്ലാത്തിലും പെണ്ണിനെ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചപ്പോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക. പിന്നെ സ്ത്രീകളുടെ മനക്കരുത്ത്, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒക്കെ ഉണ്ടായി. ഇവിടെ എന്താ പ്രശ്നം? അത് നമ്മളൊന്ന് പറയണല്ലോ. ഒരു ബെഞ്ചിൽ കാമുകൻ കാമുകനെ ഇരിക്കണം. അതാണ് ലിംഗസമത്വം എന്ന് പറയുന്നത്. അത് ഫറൂഖ് കോളേജിൽ ഇരിക്കണം. ഇത് വിമർശിക്കുന്നവരുടെ കോളേജിൽ ആണ് വേറെ സ്ഥലത്തും പെണ്ണ് വേറെ സ്ഥലത്ത് കുഴപ്പമില്ല. ഫറൂഖ് കോളേജിൽ ആണും പെണ്ണും തൊട്ടിരുമി എന്നാലേ ലിംഗസമത്വം ഉണ്ടാവും. അതാണല്ലോ ഒപ്പം പറയുന്നത്. ഫറൂഖ് കോളേജിലെ ക്യാമ്പസിൽ കാമുകൻ കാമുകനും തൊട്ടിരിക്കണം. ഞാൻ വിനയത്തോടുകൂടി ഒരു ചോദ്യം ചോദിച്ചോട്ടെ, വളരെ ശാന്തമായി. കോളേജിലും സ്കൂളും പോകുന്നത് എന്തിനാ? പ്രേമിക്കാനും പള്ളയിലുണ്ടാക്കാനാ? അതിന് അവിടെ അല്ലല്ലോ പോണ്ട്, അതിന് ബീച്ചിലും ലോഡ്ജിലും അല്ലേ പോണ്ട്. ഞാൻ ചോദിക്കണത് കോളേജിൽ പോണത് എന്തിനാ? ഒരു പെണ്ണും അതൊരു കാമുകി തൊട്ടടുത്തിരുന്ന പഠിക്കാനാണോ ഇൻട്രസ്റ്റ് ഉണ്ടാകുക, വേറെന്തിനാണോ ഇൻട്രസ്റ്റ് ഉണ്ടാകുക? ഈ ആണെന്ന് അറിയുന്നത് യന്ത്രം കൊണ്ടുണ്ടാക്കിയല്ല, വികാരവും വിചാരമുള്ള പച്ച മനുഷ്യനെ കുത്തിരിക്കണേ. ഓന്റെ ഓളവന്റെ അടുത്ത് തൊട്ടിരുത്തിരിക്കണ ഓന്റെ കാമുകി. അവിടെ ഒരു സ്വപ്നവും, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, അവിടെ
അവിടെ മനുഷ്യത്വം ഉണ്ടാവില്ല, അവിടെ മനുഷ്യൻ ഉണ്ടാവില്ല, അവിടെ പഠനം ഉണ്ടാവില്ല. എനിക്ക് പ്രേമിച്ചെടുക്കുന്ന കമിതാക്കളുടെ അവസ്ഥ പോലും എന്താ? മര്യാദയ്ക്ക് പഠനം ഉണ്ടാവും, മര്യാദയ്ക്ക് കുടുംബജീവിതം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ സമാധാനം ഉണ്ടാവും ഇല്ല. അപ്പൊ ഇനി മാത്രമല്ല, ഇതിൽ എനിക്ക് ഏറെ ദുഃഖം തോന്നിയിട്ടുള്ള രംഗം തറിയും, ഈ ലിംഗസമത്വത്തിന് വേണ്ടി വാദിക്കുന്ന വലിയ കുറച്ച് ലീഡേഴ്സ്മാരില്ലേ, ഓലെ കെട്ടിയോടെ മക്കളെ എന്താ വിട്ടുകൊടുക്കാത്തത്? ഇപ്പൊ പവനൻ എന്ന് പറഞ്ഞൊരു യുക്തിവാദി ഉണ്ടായില്ലേ, മരിച്ചു. ഈ മൂപ്പര് 2000 മാർച്ച് മാസത്തിലെ യുക്തി വിചാരത്തിൽ എഴുതിയൊരു ലേഖനം കേരളത്തിൽ വിവാദമായി. ഉഭയകക്ഷി സമ്മതത്തോടെ ഏത് പെണ്ണിനും ഏതാണിന്റെ കൂടെയും പോവാം, ഏതാണിനും ഏത് പെണ്ണിന്റെയും കൂടെ പോവാം. ഇത് എഴുതി അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്നിട്ട് എനിക്ക് പ്രസംഗിക്കേണ്ടപ്പോ ഞാൻ ഈ ലേഖനം എടുത്ത് വെച്ചിട്ട് ചോദിച്ചേ, നാളെ അയാളുടെ ഭാര്യ അയാൾ എഴുതിയ ലേഖനം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരൊറ്റ ചിരി. എന്താടി ഈ ചിരിക്കണേ? ഒന്നുമില്ല, നിങ്ങളെ ലേഖനം കണ്ട് ചിരിച്ചാണ്. ഞാൻ മനസ്സ് കുറെ കാലമായി വിചാരിക്കാൻ, എത്ര കാലമായി പരിപ്പും കറി മാത്രം കൂട്ടുന്ന ഒരു ചിക്കൻ കറി കൂട്ടാതെ. എനിക്ക് മനസ്സിലായില്ല, നിങ്ങളാകുന്ന പരിപ്പും കറിന്റെ കൂടെ എത്ര രാത്രി കിടന്ന് നല്ല ചെറുപ്പക്കാരാകുന്ന ചിക്കൻ കറി മറ്റേടത്തുണ്ട്, ഓലെ കൂടെ ഒരു അന്തി ഉറങ്ങാൻ നിങ്ങളെ ലേഖനം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ യുവജന പ്രസ്ഥാനങ്ങളിലെ യുക്തിവാദികളും തലമൂത്ത വലിയ മന്ത്രിപദത്തിലൊക്കെ ഇരുന്ന ആളുകളും ഈ ലിംഗസമത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും ഇത് ബാധകമാണോ? ക്ഷമിക്കണം, ഞാൻ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഈ തത്വശാസ്ത്രം തൊള്ളോണ്ട് നാക്കിട്ടടിക്കാനുള്ളതല്ല, പ്രയോഗവൽക്കരിക്കാനുള്ള. സ്വന്തം ഭാര്യനെ വിട്ടുകൊടുക്കുക, ഓളെ ഓക്ക് സമ്മത മറ്റോന്റെ കൂടെ, അങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രി MLA അവിടെ വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് അല്ലേ? പെണ്ണിന് പഠിച്ചൂടെ? പഠിക്കുക. വിദ്യാഭ്യാസൂടെ? അഭ്യസിക്കുക. ഇനി ഇസ്ലാം നിർദ്ദേശപ്രകാരമാണെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? മര്യാദ അനുസരിച്ച്, അതിന്റെ രൂപ അനുസരിച്ച് അങ്ങനെ പറ്റുമെന്നുള്ള വേറെ ചർച്ച ചെയ്തോളി. പക്ഷെ ഇതൊന്നല്ല ആളുകളുടെ പ്രശ്നം. ഇവിടെ ഇതൊക്കെ നടന്നപ്പോ എന്താ ഉണ്ടായത്? നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ മതവിശ്വാസികൾ എന്ത് പറയും? ഇതൊക്കെ തെറ്റാണ്, ഇത് തിന്മയാണ്, ഇന്നെന്നേ. ചുംബന സമരം ഉണ്ടായപ്പോ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അതിവിടെ നടന്നു. ബാംഗ്ലൂരിലും പരിസരത്തും, അതായത് സാധാരണ ബാംഗ്ലൂരിൽ നിന്ന് വരെ കേരളത്തിലേക്ക് ഇങ്ങോട്ട് പെണ്ണുങ്ങൾ കൊണ്ടുവരികയാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോലാണ് സാധാരണ. അതുവരെ ഇവിടെ ഉണ്ടായി, ഇതൊക്കെ ഇവിടെ നടന്നു. എന്നിട്ട് ആളുകൾ വല്ല കൂസലുണ്ടായി. അപ്പൊ ഈ തിന്മകളൊക്കെ നടക്കുന്ന ഒരു ലോകത്ത് യുവാക്കളെ, നമ്മുടെ ജീവിതം അപ്പൊ നിങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹോളിവുഡ് താരത്തിന് AIDS. ഒരുപാട് സ്ത്രീകൾ പേടിക്കുന്നു. ഏത് സ്ത്രീ എന്നായിരിക്കും ഉണ്ടായത് എന്നാണ് മൂപ്പര് വിചാരിക്കുന്നത്. അറിഞ്ഞൂടാ. നമ്മുടെ മലയാളത്തിൽ പോലും ഉണ്ട് ചില നടന്മാര്, ഓൾക്ക് എത്ര സ്ത്രീകളായിട്ട് അന്തിക്കൂട്ട് ഉറങ്ങിയെന്ന് ഓൾക്ക് അറിഞ്ഞുകൂടാ. അത്രേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ എത്ര ബ്ലാങ്കറ്റ് പൊതിച്ചു എന്ന് ചോദിച്ചപ്പോ വലിയൊരു ഗായകൻ പോലും, കേരളത്തിന്റെ മലയാള ഗായകൻ പോലും പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. അസാൻമാർഗികതയാണ് നമ്മുടെ നാട്ടിൽ. ഹോളിവുഡ് താരത്തിന് AIDS ഉണ്ടായി, ആ നാട്ടിൽ മുഴുവനും പ്രയാസം ഉണ്ടാക്കി. എന്താ? ഏത് പെണ്ണിൽ നിന്നാ പകർന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഈ ചുംബന സമരക്കാരൊരുക്കിയ സെക്സ് റാക്കറ്റിൽ പോലും നടികളില്ലേ, ഇല്ലേ, മോഡലുകളില്ലേ. അപ്പൊ ഇവിടെയൊക്കെ തന്നെയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊന്നും നന്മയുടെ ആളുകളാകാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും അവർ തിന്മയിലെത്തിയിട്ടേ. നേരെ മറിച്ച് മതമനുസരിച്ച് ജീവിച്ചവർ, ശരിക്കുള്ള പടച്ചോനെ പേടിച്ചവർ, ഈ തിന്മകളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഗൗരവമായി. അവരാരും ഈ രാജ്യത്തിനോ ലോകത്തിനോ ഒരു തിന്മയായിട്ടില്ല. അവർ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നന്മയുള്ള ഒരു സമൂഹമായി തീരാൻ യുവാക്കളെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും. അതാണ് സൂറത്ത് കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നഹ്നു നഖുസ്സു അലൈക നബാഉം ബിൽ ഹഖി ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുആ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തത്താ എന്ന് പറയാനുള്ള കാരണം അതാണ്. അതായത് ഒരു പറ്റം യുവാക്കൾ സാബിൽ കൗഫും പറഞ്ഞിരുന്നു, അവരുടെ അഖീദ ക്ലിയർ ആയിരുന്നു. അവർ അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തി. എന്നിട്ട് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി, അവരെ ഗുഹയിൽ അഭയം കൊടുത്തു, അവരെ ലോകത്തിന് മാതൃകയാക്കി. ആ യുവാക്കൾ ലോകത്ത് ചെയ്തത് ഏറ്റവും അടിസ്ഥാനപരമായ അഖീദയിൽ അധിഷ്ഠിതമായ ഒരു ജനതയെ വാർത്തെടുക്കാനാണ്, ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കാനാണ്. അതാണ് അവർ ചെയ്ത ഏറ്റവും പ്രധാനമായ കാര്യം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ രാജകീയമായ ജീവിതത്തിന്റെ യുവാക്കളോട് പറയാൻ, അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോ റജുലുൻ ദഅതു ഇംറഅത്തിൻ
വമൻസിബിൻ വജമാലിൻ ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. കുലീനത്വമുള്ള, സൗന്ദര്യമുള്ള, ഉന്നത കുലജാതയായ ഒരു പെണ്ണ് നയിക്കുമ്പോൾ, വിളിക്കുമ്പോൾ ഞാൻ അള്ളാനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്ന യുവത്വം അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് അർശിന്റെ തണലുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബിയുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ്. ചുറ്റും ആരുമില്ല, ഒരു രാജകൊട്ടാരത്തിന്റെ ഉള്ളിൽ എല്ലാ വിധികളും അടഞ്ഞു, എല്ലാ വാതിലുകളും അടഞ്ഞു, ഇനി ഒരാളും കാണാനില്ല. അവിടെ യൂസുഫ് നബിയെ വിളിക്കുമ്പോ ഞാൻ അള്ളാനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്നതാണ് മനുഷ്യന്റെ മനസ്സ്. അതിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചു കൊണ്ടുവരിക മനസ്സിന്റെ ശുദ്ധീകരണത്തിലൂടെ. ഇപ്പൊ ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുതി വെച്ചൊരു ഖുർആനിക വചനം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹുവിനെ മാറ്റൂല. സൂറത്ത് റഅദിലെ 11-ാമത്തെ വചനമാണ്. അപ്പൊ നമ്മൾ മാറ്റത്തിന് തയ്യാറാകണം. അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയമാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, യൂസുഫ് നബിയൊക്കെ അതാണ്. സുലേഖ തോന്നിയാസത്തിന് വിളിച്ചപ്പോ പോലും പടച്ചോൻ കാണുന്നുണ്ട്, പടച്ചോൻ അറിയുന്നുണ്ട്, എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ഈ ബോധ്യത്തിലേക്ക് സമൂഹത്തെ ഇസ്ലാം വളർത്തിക്കൊണ്ടുവന്നു. പിന്നെ അഞ്ചാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തെ നബി ഖുർആനിലും സുന്നത്തിനും അനുരൂപമായി വളർത്തുകയും മദ്യത്തിലും, നിങ്ങൾക്കറിയാം അറേബ്യയിൽ മദ്യം അർണോൾഡ് ടോയംബി ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെറിയ അനുയായി മദ്യം നിരോധിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുമ്പോഴേ എന്നേക്കുമായ ഒരു മദ്യത്തിൽ നിന്ന് മുക്തായി. കോടാലിയെടുത്ത് കള്ളിന്റെ ചഷകങ്ങളൊക്കെ തച്ച് തകർത്ത് ഒരു വലിയ ഒട്ടകം മുങ്ങിപ്പോകാൻ മാത്രം കള്ളിന്റെ ചഷകങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം ഒരടിച്ചൊടച്ചു. വായിൽ കൈയിട്ട ആളുകൾ ഛർദിച്ചു. തന്റെ ശരീരത്തിൽ വല്ലവിടത്തും മദ്യമായിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ആ ഡ്രസ്സ് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ എന്നേക്കുമായ ഒരു മദ്യത്തിൽ നിന്ന് മോചനം നേടി. അവർ അള്ളാനെ പേടിച്ചു. അങ്ങനെയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്തൊരു സമൂഹം ഇവിടെ ഉണ്ടാവണം. അതുപോലെ അന്യായമായി സമ്പാദിക്കാത്തൊരു സമൂഹം ഇവിടെ ഉണ്ടാകണം. മോഷണം നടത്താത്ത യുവത്വം ഇവിടെ ഉണ്ടാവണം. സിനിമയും സംഗീതവും അരങ്ങ് തകർക്കുന്ന ഒരു ലോകത്ത് ആലോചിച്ചു, ഈ സംഗീതവും സിനിമയും ഒക്കെ മനുഷ്യൻ എന്ത് നൽകി എന്ന് ആത്യന്തികമായി ഒന്ന് ചിന്തിച്ചു. ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ കുടുംബ കോടതികളിൽ ഡൈവേഴ്സിനെ അപേക്ഷിച്ചിരിക്കുന്നത് സിനിമാ നടീനടന്മാരുടേതാണ്. എത്രയെത്ര കഥകളാണ് ലോകത്ത് അവരുടെ ആത്മഹത്യകളുടെ, അവരുടെ മയക്കുമരുന്നുമായുള്ള ബന്ധത്തിന്റെ. ഇന്നലെ പോലും പത്രത്തിലുള്ള എന്താ, ഒരുപാട് തിരുമ്പുകൾ ചെയ്ത ഒരാളുടെ ശിക്ഷ ഇളവാക്കി അയാൾ മാർച്ചിൽ ഇറങ്ങും എന്നാണ്. വലിയ ഹോളിവുഡ് താരങ്ങളുടെ അവരുടെയൊക്കെ വീക്ക്നെസ് എന്താ, ലോക പോപ്പ് ഗായകന്മാർ 5 ലൈംഗിക കുറ്റകൃത്യങ്ങളിലൊക്കെ കേസ് ഇപ്പോഴും നടക്കുന്നവർ. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ താരം റൊണാൾഡോ 5 കേസാണ് എന്റെ പേരിലുള്ളത്. ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഫുട്ബോൾ താരം പിന്നെ ഇതിന്റെ ഇന്ന രാജ്യത്തിന്റെ പേരിൽ കേസുകളാണ്. എന്താ, ധാർമ്മികതല്ല, ജീവിതമല്ല, അടിച്ചു പൊളിച്ചങ്ങട്ട് തീർക്കുകയാണ്. പണം അങ്ങട്ട് അടിച്ചു പൊളിക്കുകയാണ്. ജീവിതത്തിൽ പെണ്ണും കള്ളും ലൈംഗികതയും ഈ ചുറ്റിക്കളിയുമല്ലാത്ത അതിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമല്ല എന്ന് മനസ്സിലാക്കുക. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണാസന്നായപ്പോ, രോഗം മൂർച്ഛിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഏറ്റവും ലോകത്ത് നിന്ന് അറിയപ്പെട്ട ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ എന്നെ ശുശ്രൂഷിക്കണം. 2, എന്റെ വഴിത്താരകളിൽ, എന്റെ മയ്യത്ത് കൊണ്ടുപോകും എന്റെ വഴിത്താരകളിൽ ഞാൻ സമ്പാദിച്ച സ്വർണ്ണ നാണയവും വെള്ളി നാണയവും നിക്ഷേപിക്കണം. എന്റെ 2 കൈകളും ശവമഞ്ചത്തുനിന്നെടുത്ത് പുറത്തേക്ക് ഇട്ടേക്കണം. അപ്പൊ ആളുകൾ ചോദിച്ചു, അതെന്തിനാ? ലോകത്തിലെ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ നോക്കിയിട്ടും എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, മരണത്തിന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് ലോകം അറിയണം. 2, ഞാൻ വെള്ളിയും സ്വർണ്ണമൊക്കെ വെട്ടിപ്പിടിച്ച് അതിർമർമ്മകൾ വെട്ടിപ്പിടിച്ചെങ്കിലും അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഈ തെരുവുകളിൽ വിതറുന്നത് വഴി ജനങ്ങൾക്ക് ബോധ്യപ്പെടണം, എന്തൊക്കെ സമ്പാദിച്ചാലും കയ്യിലൊന്നുമില്ലാതെയാണ് മരണമാകുന്ന ജീവിതത്തിലേക്ക് പോകുക എന്ന് ലോകമറിയണം എന്നാ പറയുന്നത്. അപ്പൊ യുവാക്കള്
ഈ ലോകത്ത് സമ്പാദ്യത്തിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആധുനിക സമൂഹത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മുടെ യുവത്വം, ഞാൻ പ്രത്യേകിച്ച് മുസ്ലിം യുവത്വം, നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്? നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുക എന്നുള്ളത് സഹിക്കാനാവാത്ത, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കേണ്ടവരാ നമ്മൾ. ഡ്രസ്സിൽ റസൂലിനെ മാതൃകയാക്കേണ്ടവർ, മീശ വെട്ടുന്നിടത്ത് റസൂലിനെ മാതൃകയാക്കേണ്ടവർ, പല്ല് തേക്കുന്നിടത്ത് റസൂലിനെ മാതൃകയാക്കേണ്ടവർ, ജീവിതത്തിലുടനീളം മുഹമ്മദ് നബിയെ മാതൃകയാക്കേണ്ടവർ, ഏതോ സിനിമാ നടീനടന്മാരെയും രാഷ്ട്രീയക്കാരെയും മാതൃകയാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഇത്. ജീവിതത്തിലുടനീളം മാതൃകയായ റസൂലുള്ളാഹിനെ ഇത്ര സുന്ദരമായൊരു മാതൃക, ജീവിതത്തിൽ ഇത്ര സുന്ദരമായൊരു മാതൃക ലോകത്തൊരാളും കാണിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏഴായിരത്ത് വെക്കാൻ യോഗ്യതയുള്ള ഒരാളുണ്ടോ ലോകത്ത്? എന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ അനുയായിയായി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മൾ ആ പ്രവാചകനെ മാറ്റി നിർത്തുകയാണ്. ഓക്കെ, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മദ്യം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പൊന്നാനിയാണ് ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്ന മുസ്ലിങ്ങളുള്ളത്. പിന്നെ കോട്ടക്കലും തിരൂരുമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ മദ്യപിക്കുന്ന സ്ഥലം. മുസ്ലിങ്ങൾ മദ്യപിക്കുക എന്നത് ഏറ്റവും ഗുരുതരമായ പാതകമാണ്. എല്ലാവർക്കും അറിയാം. പലിശയുമായി ബന്ധപ്പെടുന്ന യുവാക്കളുണ്ട്. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമെന്നാണ് പലിശയുടെ ഏറ്റവും ചെറിയ തോതിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്. ഒരാള് അപ്പുറത്ത് നമ്മളോട് കത്തിയോണ്ട് കുത്താൻ വരുമ്പോൾ നമ്മളോനെ തടുക്കും, നമ്മുടെ ശരീരത്തിൽ കത്തി കുത്തുന്നതിന്. എന്നാ ഒരു ദിനേശ് വീടി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെക്കുമ്പോ ഒരു കുത്താ കുത്തുന്നത് ആന്തരിക അവയവത്തെ, പുറത്തുകൂടിയല്ല, ആന്തരിക അവയവത്തെ, ലെൻസിനെ പുകവലിച്ച് ജീവിതം കേടുവരുത്തുന്ന യുവാക്കൾ. അതുപോലെ മയക്കുമരുന്നിനെ അടിമപ്പെടുന്നവർ, മയക്കുമരുന്ന് വിപണനം നടത്തുന്നവർ, പാസ്പോർട്ടിൽ കൃത്രിമം കാണിക്കുന്നവർ, അതുപോലെ സ്ത്രീധനം വാങ്ങുന്നവർ, ഹറാമുകളിൽ വ്യാപൃതരാകുന്നവർ, കച്ചവടത്തിൽ കൃത്രിമം കാണിച്ച് സമ്പാദിക്കുന്നവർ, അതുപോലെ ലൈംഗികതയിൽ യാതൊരു നിയന്ത്രണമില്ലാത്തവർ, രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞ് സെക്സ് ആസ്വദിക്കുന്നവർ, അങ്ങനെ എന്തൊക്കെ മരിച്ചുകൊണ്ടേ ആളുകൾ. മനുഷ്യരെ, അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്, ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. ആ നരകത്തു നിന്നുള്ള മോചനമാണ് സുഹൃത്തുക്കളെ, യുവാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്. ചാനലുകളുടെ ലോകമൊന്ന് വേറെ, സൈബർ സെക്സിന്റെ ലോകമൊന്ന് വേറെ, ഇങ്ങനെ അനവധി അരാജകത്വങ്ങൾ, അധോലോക നായകന്മാരുമായി ബന്ധമുള്ളവർ, അതുപോലെ വൃത്തികെട്ട ജീവിത രീതികളുള്ളവർ, കുടുംബത്തെ, മാതാപിതാക്കളെ ഒന്നും ശുശ്രൂഷിക്കാത്തവർ, 51 വെട്ടിന്റെ രാഷ്ട്രീയത്തിൽ പോലും ഈ യുവാക്കളൊക്കെ നാലിച്ചവരൊക്കെ യുവാക്കളാണ്. പണം കിട്ടിയാൽ സ്വന്തം ഉമ്മാനെ കൊല്ലാൻ, സ്വന്തം ഉപ്പാനെ കൊല്ലാൻ, ആരെയും എത്ര വിട്ടുപെട്ടാൽ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത, പണമാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമാണ് ലോകത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ. നമ്മുടെ കേരളത്തിൽ പോലും ആസൂത്രിതമായി തീവ്രവാദം ഇറക്കുമതി ചെയ്തുകൊണ്ട് യുവത്വത്തെ പിടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ലോകത്ത് തീവ്രവാദത്തിന്റെ ചരിത്രം നമ്മൾ ശരിക്കും പഠിച്ചാൽ തീവ്രവാദം വിത്തുപാകിയത് ആരാ? ശരിക്കും ഇന്ത്യ രാജ്യത്തെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തത്വം ലോകത്ത് ആവിഷ്കരിച്ച ആരാ? അന്നത്തെ വാസ്കോ ഡി ഗാമ ഇന്ത്യയിൽ വന്നു. ക്രിസ്ത്യാനികളായ ആളുകൾ ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ആശയം ഇവിടെ ഇട്ടുകൊടുത്തു. ആ ആശയം അവരിവിടെ ഇട്ടേച്ചു പോയി. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഭിന്നിപ്പിക്കുന്ന പലതും അവരിവിടെ വിട്ടേച്ചു പോയി. ആ ഭിന്നത ഇവിടെ നിലനിന്നു. ലോകത്ത് നിങ്ങൾക്കറിയുമോ, 2ാം ലോക ആയുധ കാലഘട്ടത്തിൽ പേൾ ഹാർബർ സംഭവം എന്നൊരു സംഭവമുണ്ട്. പേൾ ഹാർബർ, അതായത് ജപ്പാന്റെ വളർച്ചയിൽ അസൂയായിരുന്നു അമേരിക്കക്ക്. ജപ്പാൻ വളർന്നു, വലുതായി, പടർന്നു പന്തലിച്ചു, അമേരിക്കയെ കവിച്ചു വെക്കുമെന്ന ഘട്ടമെത്തി. അപ്പൊ അമേരിക്ക ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്, ജപ്പാൻ നശിക്കണം. ഇല്ല വയ്യെന്താ, ജപ്പാന്റെ കടറക്കിൽ വെച്ച് അമേരിക്കയുടെ 13 യുദ്ധക്കപ്പൽ നശിപ്പിക്കുക. അമേരിക്കയുടെ 13 യുദ്ധക്കപ്പൽ അമേരിക്ക ജപ്പാന്റെ കടലിലേക്ക് വെച്ച് ചുട്ടുകരിക്കുക. അതായിരുന്നു ഒന്ന്. അതവർ ചെയ്തു. രണ്ടാമത്തത്, 2500ഓളം വരുന്ന അമേരിക്കൻ പട്ടാളത്തെ അമേരിക്ക തന്നെ വെടിവെച്ചു കൊന്നു. എന്നിട്ടത് ജപ്പാന്റെ മേലിട്ടു. അതാണ് പേൾ ഹാർബർ. എന്നിട്ട് ജപ്പാനെ അവർ ആക്രമിച്ചു. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടു. ആര്? ട്രൂമാൻ എന്ന ക്രിസ്ത്യാനി. ബോംബിന്റെ തത്വശാസ്ത്രം പഠിപ്പിച്ചത് ആരാ?
ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ജൂതൻ. ഈ ജൂതനും ക്രിസ്ത്യാനിയും തമ്മിൽ ഇസ്ലാമിക ലോകത്തിനെതിരെ ഏത് കാലഘട്ടത്തിലും, മനുഷ്യത്വത്തിനെതിരെ ഏത് കാലഘട്ടത്തിലും 3,70,000 ആളുകൾ ഹിബാക്കുശികൾ എന്ന പേരിൽ എന്നും ജപ്പാനിലുണ്ട്. ജപ്പാനിലെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ബോംബ് കൊണ്ടുപോയിട്ടത് ആരാ? ട്രൂമാൻ എന്ന ക്രിസ്ത്യാനി. ട്രൂമാന് വേറൊരു വിശേഷണം കൂടിയുണ്ട്. എന്താ? ഇസ്രയേൽ രാഷ്ട്രം പ്രഖ്യാപിച്ചപ്പോ ഇത് ജൂതനായ ഒരു ഭയങ്കരമായ തീവ്രവാദി ജൂതരാഷ്ട്രം പ്രഖ്യാപിച്ചു ഫലസ്തീനിൽ. അതിന് 4 മിനിറ്റിനുള്ളിൽ പ്രതികരിച്ച ലോകത്തിലെ ഏക വൃത്തികെട്ട ഹൃദയം പേറിയവനായിരുന്നു ട്രൂമാൻ എന്ന ക്രിസ്ത്യാനിയായ ഭരണാധികാരി. ഇസ്രയേൽ എന്ന ഭരണകൂടത്തെ ആദ്യം അംഗീകരിച്ച ആള് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു, ട്രൂമാനായിരുന്നു. അപ്പൊ അമേരിക്കയും ഇസ്രയേലും കൂടിയാണ് ലോകത്തെ നയിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറയുന്നെന്താ? ഇറാഖിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇറാഖിലല്ല, ലോകത്തുടനീളം അവർക്ക് തെറ്റുപറ്റി. ലോകത്തുടനീളം അവർക്ക് തെറ്റുപറ്റി. ലോകത്ത് അവർ കാണിച്ച പരാക്രമങ്ങൾ, ലോകത്തുണ്ടായിട്ടുള്ള പലതും, വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും നശിപ്പിച്ചാരാ? അൽ ഖായിദയല്ല സുഹൃത്തുക്കളെ, അമേരിക്കയാണ് നശിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് ടോണി ബ്ലെയർ പറയാണ് ISIS ഉണ്ടായുള്ള കാരണം ഞങ്ങളാണ്. ISISന് ക്യാമ്പ് നടത്താൻ 3 കോടി റുപ്യാണ് അമേരിക്കയുടെ ഇന്റലിജൻസിന്റെ ഡയറക്ടർ 3 കോടി റുപ്യാണ് അവർക്ക് കൊടുത്തത്. ISനെ വളർത്തിയവരാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങളെ തന്നെ അവിടെ കൊല്ലണത്. ലോകത്തുണ്ടായ എല്ലാ ഭീകര പ്രവർത്തനം ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടതാരാ? മുസ്ലിങ്ങളാണ്. മേനകൻ ബേഗണി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, മേനകൻ ബേഗണി. അത് ശരിക്കും ശ്രദ്ധിക്കണം. ഇസ്രയേലിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനായിരുന്നു അയാൾ. ഇസ്രയേലിലെ ഏറ്റവും വലിയ ഭീകരവാദിയായിരുന്നു അയാൾ. ഒരുപാട് 249 ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട്. അയാളുടെ കീഴിലുള്ള സംഘടന ഒറ്റ ബോംബിങ്ങിൽ 95 പേരെ കൊന്ന ആളാണ് മേനകൻ ബേഗണി. അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞ എന്തറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയാണ് ആര്? മേനകൻ ബേഗണി. ആ മേനകൻ ബേഗണി പിന്നെ എന്തുണ്ടായി? ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായി. ഏറ്റവും വലിയ തമാശ എന്താ നിങ്ങൾക്ക്? ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭീകരവാദി ഇസ്രയേൽ പ്രധാനമന്ത്രിയായി. 2-3 മാസം കഴിഞ്ഞപ്പോ ലോകത്ത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും കിട്ടിയായിരിക്കും മേനകൻ ബേഗണിക്ക്. അമേരിക്ക പലതവണ ഈ രാജ്യത്തേക്ക് വരണ്ട, നിങ്ങളൊരു സ്റ്റേറ്റിൽ കലാപുണ്ടാക്കിയ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ ആളിപ്പോ എവിടെയാണ്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. ഇപ്പൊ ലോകം മുഴുവൻ കറങ്ങാണ്, ലോകത്തിൽ ഏറ്റവും വലിയ സമാധാനപ്രിയൻ ഞാനാണ് എന്ന് തെളിയിക്കാൻ. എന്തൊരു സമാനതയാണ് ഈ കാര്യത്തിലൊക്കെ. ജൂതന്മാരും ഇസ്രയേലും സംഘപരിവാരങ്ങളും തമ്മിൽ എന്തൊരു സമാനതയാണ് ലോകത്ത്. അത് നമ്മൾ വളരെ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ആരാ മഹാത്മാഗാന്ധിയെ കൊന്നത്? ആലോചിച്ചോക്കെ. ആരാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നത്? സിഖ് ഭീകരവാദികളല്ലേ? LTT ഉൾഫാ തീവ്രവാദികൾ. ആരാ അവരൊക്കെ? ബാബരി മസ്ജിദ് പൊളിച്ചത് ആരാ? ബാബരി മസ്ജിദിനുള്ളിൽ രാമൻ സീത വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചത് ആരാ? കലാപം ഉണ്ടാക്കിയത്? ഇന്ദിരാഗാന്ധിയെ കൊന്നതാര്? രാജീവ് ഗാന്ധിയെ കൊന്നതാര്? അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയിയെ ഇവിടുന്ന് നാടുകടത്തി ലണ്ടനിൽ കൊണ്ടുപോയത് ആര്? സഹോദരങ്ങളെ, കൽബുർഗിയെയും ദാബോൽക്കറെയും പൾസാരെയും ഒക്കെ കൊന്നതാര്? ഹേമന്ത് കർക്കറയെ കൊന്നതാര്? ഇങ്ങനെ താജിലും അബ്രോളിലും ബോംബിടുക വഴി ഹേമന്ത് കർക്കറയെ ഇല്ലാതാക്കാൻ ആസൂത്രണം ചെയ്തതാര്? മക്കാ മസ്ജിദിലെ സ്ഫോടനവും സംജോത സ്ഫോടനവും സംഘടിപ്പിച്ചതാര്? അങ്ങനെ ഇന്ത്യയിൽ നടന്ന സകല തീവ്രവാദങ്ങളും രൂപപ്പെടുത്തിയതാര്? ISISനെ ഉണ്ടാക്കിയതാര്? അമേരിക്കയും ഇസ്രയേലും ബ്രിട്ടനും എന്നത് ഇന്ന് ലോകത്തെല്ലാവർക്കും മനസ്സിലായതാണ്. പാരീസിൽ ബോംബ് വീണു. അതിന് നേതൃത്വം നൽകിയ ഒരു മുസ്ലിം പേര് എല്ലാവർക്കും അറിയാം. എന്താ? അയാൾ ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കലില്ല എന്ന് അയാളെ പെങ്ങൾ പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ചങ്ങായി നിസ്കരിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞുനാളിലെ മയക്കുമരുന്നിന് അടിമയായിരുന്നു. മയക്കുമരുന്ന് വിപണനായിരുന്നു അവന്റെ പണി. ഓൻ കൊട്ടേഷൻ പാർട്ടി ആയിരുന്നു. ആ കൊട്ടേഷൻ പാർട്ടി ഒരു നാട്ടിലെ പൈസക്കനുസരിച്ചുണ്ട് ഈ ബോംബിട്ടാൽ അത് ഇസ്ലാം ആകൂല, അത് ISIS ആവൂല. നേരത്തെ ഫൈസൽ ഖാൻ സൂചിപ്പിച്ച പോലെ ഒരു ഉറുമ്പിനെ പോലും അന്യായമായി കൊല്ലരുതെന്ന് പഠിപ്പിച്ച ഒരു മതം, ഒരു പക്ഷിക്കുട്ടിയെ പോലും അതിന്റെ തള്ളപ്പക്ഷിയിൽ നിന്ന് വേർപെടുത്തരുതെന്ന് പഠിപ്പിച്ച മതം. അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ, നീ കാരണമായ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ. നൗഷാദ് ചെയ്തത് അതാണ്. ഈ നൗഷാദ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ കോഴിക്കോട് ടൗണിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നൗഷാദ് കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷന്റെ അടുത്ത് നിർത്തി. ഓട്ടോറിക്ഷ എടുത്തിട്ട് പറഞ്ഞു കയറിക്കോളി ഇറങ്ങി. അപ്പൊ ഞാനും കയറി. എനിക്ക് എത്തേണ്ട സ്ഥലത്തെത്തി ഇറങ്ങി. ഞാൻ പൈസ കൊടുത്ത പറഞ്ഞു നിങ്ങളോട് പൈസ വാങ്ങി ഞാൻ മനുഷ്യനല്ലാതായി പോയി.
അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യുന്ന ഒരു നല്ല പ്രബോധകനായ നിങ്ങളോട് പൈസ വാങ്ങിയ മനുഷ്യനല്ലാതായി പോകും എന്നാണ് നൗഷാദ് എന്ന് പറഞ്ഞത്. നൗഷാദ് മൻഹോളിൽ മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഏറ്റവും വേദനിച്ചിട്ടുള്ള ഒരാള് ഞാൻ പറയുന്നത്, ആ മരണത്തെ പോലും ന്യായീകരിച്ചുകൊണ്ട് പലരും ഇവിടെ പറഞ്ഞെന്താ, ഒരു തോർത്തുമുണ്ട് ഇട്ട് കൊടുത്താൽ പോരായിരുന്നു നൗഷാദിനെ. തോർത്തുമുണ്ടായിട്ട് മൺഹോളിന്റെ അടുത്ത ആളുകൾ ഇങ്ങനെ കാത്തുന്നാണല്ലോ. രണ്ടാൾ ഇവിടെ മരിക്കുന്നു, നൗഷാദ് ചാടുന്നു, അപ്പൊ എന്റെ കയ്യിൽ ഒരു തോർത്ത് കൊടുക്കാം. വിവരം കെട്ട ഓരോ സാധനത്തിന്റെ പ്രസംഗങ്ങൾ കേരളം ഔട്ട് ചെയ്ത് ഒരു ടീച്ചറില്ലേ ചോദിക്കണം തോർത്തുണ്ട് ഇട്ടെടുത്താ പോരെ. മൺഹോളിന്റെ അടുത്ത് രണ്ട് അന്യ സംസ്ഥാനക്കാർ മരിക്കുന്നു, ഇവിടെ ഞാൻ തോർത്തുമുണ്ടായിട്ട് നിൽക്കണമെന്ന് മുൻകൂട്ടി അറിഞ്ഞതാണ്. ഈ ജാതിനൊക്കെ പോയിട്ടുണ്ടല്ലോ നമ്മുടെ നാട്. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു, എന്ത് വിവരക്കെടും നാട്ടിൽ പറയാം, ഒരു കുഴപ്പമില്ല. വിവരം പറയരുത്, നല്ലത് പറയരുത്. ഓനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ വേറെ എന്ത് തോന്നിയാസോ പറഞ്ഞോ, ഓർക്കൊക്കെ നല്ല സംരക്ഷണവും. എന്തൊരു ദയനീയ നമ്മുടെ നാട്. നൗഷാദിനെ പ്രേരിപ്പിച്ച എന്താ നിങ്ങള്? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നൗഷാദ് അത്തരം മൂല്യങ്ങൾ വിശ്വസിച്ച ഒരാളാണ്. നീ കാരണമായ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ എന്ന ഖുർആനിന്റെ 5-ാം അധ്യായം 32-ാമത്തെ വചനം നൗഷാദിനെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയ നൗഷാദിനെ എന്നെ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഏറ്റവും നല്ല, അതിനു മുമ്പും പലരെയും രക്ഷപ്പെടുത്താൻ നൗഷാദ് ശ്രമിച്ച കഥ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചറിയാം. ആ മരണം പോലും, അതായത് എന്താ അറിയോ, മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് ലോകത്തൊരു ഭാഗത്ത് പറയാം, മനുഷ്യന് ബന്ധമില്ലാത്തവരാന്ന് പറയാം. ഇവിടെ ഏറ്റവും മാത്തരമായ ഒരു കർമ്മം ബാക്കിയുള്ള മതക്കാരൊക്കെ നോക്കി നിൽക്കാൻ നൗഷാദ് ചെയ്യുക, അത് പൊറുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിനെ ചെറുതാക്കി കാണിക്കുക. ദയവേത് വലാ യജ്രിമന്നകും ശൻആന ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരുടെ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഇവിടെ ആർക്കെതിരല്ല ഇസ്ലാം. നിങ്ങൾക്കറിയാം, ISS രൂപീകരിച്ചിരുന്നു അബ്ദുൽ നാസർ മഅ്ദനി. അതിന് ഏറ്റവും കൂടുതൽ എതിർത്ത് മുജാഹിദുകളാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ പോലും VC